നമസ്കാരം, മലയാളത്തിലേക്ക് സ്വാഗതം. മാർക്കറ്റിന്റെ ക്ലോസിംഗ് അപ്ഡേറ്റ്സും അതോടൊപ്പം തന്നെ ഇനി നിഫ്റ്റിയിലും അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിലും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവലുകളും ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. നിഫ്റ്റിയുടെ ഇന്നത്തെ ഒരു പെർഫോമൻസ് ആദ്യം വിലയിരുത്താം. ഇൻഡെക്സ് ഇന്നും ഒരു സമ്മർദ്ദത്തിൽ തന്നെയാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഇതോടുകൂടി വീക്ക്ലി പെർഫോമൻസ് വിലയിരുത്തുമ്പോൾ തുടർച്ചയായിട്ടുള്ള 5ാമത്തെ ആഴ്ചയിലും നിഫ്റ്റി ഒരു വീക്ക്ലി ലോസ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2023 ശേഷമാണ് ഇത്രയും ലോങ്സ്റ്റ് ആയിട്ടുള്ള ഒരു വീക്ക്ലി ലോസ് നിഫ്റ്റി സൂചികയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഗ്ലോബൽ അൺസർട്ടനിറ്റീസ് തുടരുന്നത് തന്നെയാണ് നിഫ്റ്റിയിൽ ഒരു സമ്മർദ്ദം ചെലുത്തുന്നത്. ഏറ്റവും അധികം വിൽപ്പനാ സമ്മർദ്ദം കണ്ടത് IT അതോടൊപ്പം തന്നെ ഫാർമ ഓഹരികളിലായിരുന്നു. ഇതിന്റെ ആ ഒരു ഇമ്പാക്റ്റ് ആയിരുന്നു നമുക്ക് വിപണിയിൽ കാണാൻ സാധിച്ചത്. സെൻസെക്സ് 586 പോയിന്റിന്റെ നഷ്ടത്തിൽ 80,600 എന്നൊരു ലെവലിലും നിഫ്റ്റി 203 പോയിന്റിന്റെ നഷ്ടത്തിൽ 24,565 എന്ന റേഞ്ചിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ബാങ്ക് നിഫ്റ്റി 344 പോയിന്റ് ഇടിഞ്ഞിരുന്നു. 55,618 എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തത്. മിഡ് ക്യാപ് ഇൻഡെക്സ് 763 പോയിന്റിന്റെ നഷ്ടത്തിൽ 56,637 എന്ന റേഞ്ചിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഇന്നത്തെ ഒരു പ്രകടനം വിലയിരുത്തുന്ന സമയത്ത് ഇൻട്രാഡേയിൽ ഒരു ബൗൺസ് ബാക്കിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടന്നെങ്കിലും അത് ഫെയിൽഡ് ആവുകയും സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കാതെ വരികയും ചെയ്തിരുന്നു. ഒരു ബെയറിഷ് സെന്റിമെന്റ്സ് തന്നെയാണ് നിഫ്റ്റിയിൽ കാണുന്നത്. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞത് 24,600 എന്നുള്ളൊരു ക്രൂഷ്യൽ സപ്പോർട്ടായിരുന്നു. പക്ഷെ അത് ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോകുന്നൊരു സാഹചര്യം തന്നെയാണ് കഴിഞ്ഞിരുന്നത്. 24,535 എന്നൊരു ഇൻട്രാഡേ ലോയിലേക്ക് നിഫ്റ്റി താഴ്ന്നിരുന്നു. അവിടെ നിന്ന് പിന്നീട് 24,565 ഏകദേശം ഒരു ഇൻട്രാഡേ ലോയ്ക്ക് അടുത്തായിട്ട് തന്നെയാണ് ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതായത് ഇൻട്രാഡേയിൽ ഒരു ബെയറിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത് കാണാം. ഇന്ത്യ വിക്സിന്റെ പ്രകടനം വിലയിരുത്തുമ്പോൾ 6.21% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തി 11.98 എന്നുള്ള റേഞ്ചിലാണ് ഇന്ത്യ വിക്സ് നിലനിന്നത്. തുടർച്ചയായിട്ടുള്ള 6 ആഴ്ചയിലുണ്ടായിരുന്ന ആ ഒരു ലൂസിംഗ് സ്ട്രീക്കാണ് ഇന്നത്തെ ഒരു പ്രകടനത്തിൽ ഇന്ത്യ വിക്സ് ബ്രേക്ക് ചെയ്തത്. 6% ഒരു മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇന്ത്യ വിക്സിന് സാധിച്ചിട്ടുണ്ട്. സെൻസെക്സിന്റെയും നിഫ്റ്റിയുടെയും വീക്കിലി പെർഫോമൻസ് വിലയിരുത്തുകയാണെങ്കിൽ 1% അടുത്ത ഒരു ഇടിവ് തന്നെയാണ് ഇരു സൂചികകളും അല്ലെങ്കിൽ ബെഞ്ച്മാർക്ക് സൂചികൾ രേഖപ്പെടുത്തിയത്. ബാങ്ക് ഒപ്പം തന്നെ മിഡ് ക്യാപ് സൂചികളെ സംബന്ധിച്ച് 2% ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയത്. FMCG സെക്ടർ ഒഴിച്ച് മറ്റെല്ലാ സെക്ടേഴ്സും വീക്കിലി പെർഫോമൻസ് വിലയിരുത്തുമ്പോൾ ചുവപ്പിൽ തന്നെയാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. പ്രത്യേകിച്ച് റിയൽറ്റി, ഡിഫൻസ്, മെറ്റൽ സ്റ്റോക്കുകളിൽ വലിയ തോതിലുള്ള ഒരു സെൽ ഓഫ് ആയിരുന്നു പോയ വീക്കിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരിക്കുന്നത്. ഫാർമ സ്റ്റോക്സ് വെള്ളിയാഴ്ചത്തെ പ്രകടനത്തിൽ വലിയ തോതിലുള്ള ഒരു വിൽപ്പനാ സമ്മർദ്ദം ഫേസ് ചെയ്തിരുന്നു. ഈ ഒരു താരിഫ് റിലേറ്റഡ് കൺസേൺസ് ആയിരുന്നു ഫാർമ ഓഹരികളിലെ കാര്യമായിട്ട് പിടിച്ചു കുലുക്കിയത്. സൺഫാർമ, ഡോക്ടർ റെഡ്ഡീസ്, സിപ്ല പോലുള്ള ഓഹരികളെ സംബന്ധിച്ച് 4% നഷ്ടമാണ് ഇന്നത്തെ ഒരു ഇൻട്രാഡേയിൽ പ്രകടമാക്കിയിരുന്നത്. എന്നാൽ FMCG സെക്ടറിലെ കുറച്ച് സ്റ്റോക്കുകൾക്ക് ഒരു മുന്നേറ്റം രേഖപ്പെടുത്താൻ സാധിച്ചിരുന്നു. ട്രെൻഡ്, ഏഷ്യൻ പെയിന്റ്സ്, HUL പോലുള്ള ഓഹരികളായിരുന്നു ഇന്ന് നിഫ്റ്റി 50 ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ട് മാറാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല, ഓട്ടോ സെക്ടേഴ്സിന്റെ പ്രകടനത്തിന് ഇന്ന് സ്വാധീനിച്ചത് ജൂലൈയിലുള്ള ഓട്ടോ സെയിൽസ് ഡാറ്റകളായിരുന്നു. ചില കമ്പനികളെ സംബന്ധിച്ച് എക്സ്പെക്ടേഷൻസ് അനുസരിച്ച് നമ്പേഴ്സ് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഐഷ്യൻ മോട്ടോഴ്സ്, TVS മോട്ടോഴ്സ് പോലുള്ള ഓഹരികളെ സംബന്ധിച്ച് ഒരു നേട്ടം നിലനിർത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഏറ്റവും അധികം ഒരു ശ്രദ്ധ ആകർഷിച്ച 1-2 ഓഹരികൾ നോക്കുകയാണെങ്കിൽ PNB ഹൗസിംഗ് ഫിനാൻസ് 18% നഷ്ടമാണ് ഇൻട്രാഡേയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ അപ്ഡേഷൻസ് എന്ന് പറയുന്നത് അവരുടെ CEO റിസൈൻ ചെയ്തു എന്നുള്ള അപ്ഡേറ്റ്സുകൾ വന്നതിന് പിന്നാലെയാണ് PNB ഹൗസിംഗ് ഫിനാൻസിൻ്റെ ഓഹരികളിൽ വലിയ സെൽ ഓഫ് നമുക്ക് കാണാൻ സാധിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ IIFL ഫിനാൻസ് ഇന്ന് വളരെയധികം വലിയ തോതിലൊരു സെൽ ഓഫാണ് ഫേസ് ചെയ്തത്. 11% ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. കമ്പനിയുടെ ക്രെഡിറ്റ് കോസ്റ്റ് ഗൈഡൻസ് ഉയർത്തിയിരുന്നു. റിസൾട്ട് വന്നതിന് ശേഷം മാനേജ്മെൻറ്റ് ക്രെഡിറ്റ് കോസ്റ്റ് ഗൈഡൻസ് ഉയർത്തിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള അപ്ഡേഷൻസ് വന്നതിന് പുറമെയാണ് IIFL ഫിനാൻസിൻ്റെ ഓഹരിയിൽ വലിയ തോതിലൊരു നഷ്ടം കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. മൊത്തത്തിൽ നോക്കുമ്പോൾ വീക്കിലി പെർഫോമൻസ് വിലയിരുത്തുമ്പോൾ 50-ൽ നിഫ്റ്റി 50-ൽ 35 ഓഹരികളും ഒരു നെഗറ്റീവ് നോട്ടിലാണ് പ്രകടനം വിലയിരുത്തുമ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അദാനി എൻ്റർപ്രൈസ്, കോട്ടക് മഹീന്ദ്ര ബാങ്ക്, വിപ്രോ, ടാറ്റ മോട്ടോഴ്സ്, ടാറ്റ സ്റ്റീൽ പോലുള്ള ഓഹരികളൊക്കെ തന്നെ വലിയ തോതിലുള്ള ഒരു സെൽ ഓഫ് ഫേസ് ചെയ്തു. പക്ഷേ ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ജിയോ ഫൈനാൻഷ്യൽ, ലാർസൻ ട്യൂബ്രോ, ഏഷ്യൻ പെയിന്റ്സ്, ട്രെൻഡ്, ഹീറോ മോട്ടോകോ പോലുള്ള ഓഹരികളെ സംബന്ധിച്ച് ഒരു പോസിറ്റിവിറ്റിയാണ് നമുക്ക് ഓഹരികളിൽ കാണാൻ സാധിക്കുന്നത്. ഇനി ടെക്നിക്കൽ സൈഡിലോട്ട് വരികയാണെങ്കിൽ HDFC സെക്യൂരിറ്റീസിലെ നാഗരാജ് ഷെട്ടി പറയുന്നത് ഇപ്പോൾ നിഫ്റ്റിയുടെ അണ്ടർലൈങ് ട്രെൻഡ് ദുർബലമായി തുടരുന്നുണ്ട് എന്ന് തന്നെയാണ്. 24,500 എന്നുള്ള ഒരു സപ്പോർട്ടിന് മുകളിൽ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോവുകയാണെങ്കിൽ 24,100, 24,000 എന്ന സോണിലോട്ട് എത്താനുള്ള സാധ്യത കൂടുതലാണെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. എന്നാൽ 24,950 നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു റെസിസ്റ്റൻസ് എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്.
ഇനി ഡെറിവേറ്റീവ് സെഗ്മെന്റിൽ ഓപ്ഷൻ ഡാറ്റ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 24,000 25,000 എന്നൊരു റേഞ്ചിൽ തുടരാനാണ് നിഫ്റ്റിക്ക് സാധ്യത കൂടുതലെന്ന്. നിയർ ടേമിലേക്ക് അല്ലെങ്കിൽ ഷോർട്ട് ടേമിലേക്ക് 24,000 25,000 ആ ഒരു റേഞ്ചിലായിരിക്കും ട്രേഡ് ചെയ്യപ്പെടുക എന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. മാക്സിമം കോളിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുന്നത് 25,000 സ്ട്രൈക്കിൽ തന്നെയാണ്. തുടർന്ന് 24,800 24,700 സ്ട്രൈക്കുകൾ നമുക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. പക്ഷേ 24,200 എന്നുള്ള ആ ഒരു ലെവലിലാണ് മാക്സിമം പുട്ട് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചിരിക്കുന്നത്. 24,000 24,500 എന്ന റേഞ്ചിലാണ് മാക്സിമം പുട്ടിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നത്. ഇനി റൈറ്റിംഗ് സൈഡിൽ നോക്കുകയാണെങ്കിൽ കോൾ റൈറ്റിംഗ് ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്ന ഒരു സ്ട്രൈക്ക് എന്ന് പറയുന്നത് 24,800 ആണ്. 24,700 25,000 സ്ട്രൈക്കുകളിലും കോൾ റേറ്റിംഗ് കൂടുതലായിരുന്നു. പക്ഷേ 24,200 മാക്സിമം പുട്ട് റേറ്റിംഗ് കാണാൻ സാധിച്ചിരിക്കുന്നത്. 24,400 24,000 സ്ട്രൈക്കുകളിൽ മാക്സിമം പുട്ട് റേറ്റിംഗും കാണാൻ സാധിച്ചിട്ടുണ്ട്. നിഫ്റ്റി ബാങ്ക് സൂചികയുടെ ഒരു പ്രകടനം വിലയിരുത്തുകയാണെങ്കിൽ നിഫ്റ്റിയെ കമ്പയർ ചെയ്യുമ്പോൾ ഔട്ട് പെർഫോമൻസ് ചെയ്തു എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം 344 പോയിന്റിന്റെ ഇടിവാണ് നിഫ്റ്റി ബാങ്ക് സൂചിക രേഖപ്പെടുത്തിയിരുന്നത്. 55,618 എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒരു ബെയറിഷ് ക്യാൻഡിൽ തന്നെയാണ് ഫോം ചെയ്തിരിക്കുന്നത്. പക്ഷേ അപ്പർ ഷാഡോയിലുള്ള ഒരു ബെയറിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. 55,547 എന്നുള്ള ആ ഒരു ലെവലിന് മുകളിൽ കഴിഞ്ഞ ദിവസത്തെ പ്രീവിയസ് ലോവിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാൻ നിഫ്റ്റി ബാങ്ക് സൂചികയ്ക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ബാങ്കിങ് സൂചിക 50-ഡേ എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജിന് ആ ഒരു ലെവലിലേക്ക് എത്തിയെങ്കിലും അവിടുന്ന് ഒരു സെല്ലിംഗ് പ്രഷർ ഫേസ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് നോക്കുമ്പോഴും 38.4 എന്നൊരു റേഞ്ചിലോട്ട് ഇടിഞ്ഞിട്ടുണ്ട്. അതായത് ബെയറിഷ് ട്രെൻഡിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. വീക്കിലി പെർഫോമൻസ് വിലയിരുത്തുമ്പോൾ 1.61% നഷ്ടമാണ് നിഫ്റ്റി ബാങ്ക് സൂചിക രേഖപ്പെടുത്തിയിരിക്കുന്നത്. 5-ാമത്തെ ആഴ്ചയിലും ഒരു ഇടിവാണ് നിഫ്റ്റി ബാങ്ക് സൂചികയും രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് നിഫ്റ്റി ബാങ്ക് സൂചികയിൽ 55,200 55,100 എന്നുള്ളൊരു സോണാണ് ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ക്രൂഷ്യൽ സപ്പോർട്ടായിട്ട് എക്സ്പെക്ട് ചെയ്യേണ്ടത്. 55,100 എന്നൊരു ലെവലിന് താഴേക്ക് വരികയാണെങ്കിൽ 54,600 അടുത്ത സപ്പോർട്ട് പ്രതീക്ഷിക്കേണ്ടത്. അപ്സൈഡിലൊക്കെ വരുമ്പോൾ 56,300 56,400 എന്ന റേഞ്ചിലാണ് നമുക്ക് റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കേണ്ടത് എന്നും ഇപ്പോൾ അനലിസ്റ്റുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വരും സെഷനുകൾ നെക്സ്റ്റ് വീക്കിൽ നമുക്ക് പ്രധാനമായിട്ടും ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവലുകൾ ഇതൊക്കെയാണ്. ഇനി നെക്സ്റ്റ് വീക്കിനെ സംബന്ധിച്ച് നമ്മൾ ഈ പറഞ്ഞ താരിഫിൻ്റെ കൺസേൺസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇൻട്രസ്റ്റ് റേറ്റുമായി ബന്ധപ്പെട്ട ഡിസിഷൻസ് ഇന്ത്യയെ സംബന്ധിച്ച് വളരെയധികം നിർണായകമാകും. ഇത്തരത്തിൽ റേറ്റ് കട്ടുമായി ബന്ധപ്പെട്ട തീരുമാനം നെക്സ്റ്റ് വീക്ക് അറിയാനിരിക്കുന്നുണ്ട്. സോ നമുക്ക് ഒരു പൊതുവെയുള്ള ഒരു എക്സ്പെക്റ്റേഷൻസ് നിലവിലിപ്പോൾ ഇൻഫ്ലേഷൻ അണ്ടർ കൺട്രോൾ ആയിട്ടുണ്ട്. അത്തരത്തിൽ പലവിധ അനുകൂല ഘടകങ്ങളുണ്ട്. പക്ഷേ ഇപ്പുറത്ത് താരിഫിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കൺസേൺസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് തീരുമാനമായിരിക്കും RBI ഗവർണർ സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കഴിഞ്ഞ തവണ ഒരു സർപ്രൈസ് 50 ബേസിസ് പോയിന്റിൻ്റെ കട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ ഇനി എങ്ങനെയായിരിക്കും, എന്ത് സ്റ്റാൻസ് ആയിരിക്കും സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അത്തരത്തിലുള്ള ഫാക്ടേഴ്സും നമ്മളെ തീർച്ചയായിട്ടും അഫക്റ്റ് ചെയ്യും. പക്ഷേ ഇപ്പോൾ വരുന്ന ലേറ്റസ്റ്റ് ആയിട്ട് US താരിഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേറ്റ്സുകളിൽ വരുന്നത് രാജ്യത്തെ സംബന്ധിച്ച് അത് വലിയ തോതിൽ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യില്ല എന്നുള്ള പൊതുവായിട്ടുള്ള ഒരു അഭിപ്രായമാണ് പൊതുവെ വിദഗ്ധരും പങ്കുവെക്കുന്നത്. ഇതിൻ്റെ ഈ കയറ്റുമതിയിലാണെങ്കിലും അല്ലെങ്കിൽ GDP-യിലാണെങ്കിലും ഇതിൻ്റെ ഒരു ആഘാതം കുറവായിരിക്കും എന്നുള്ള ഒരു അഭിപ്രായമാണ് പൊതുവെ വിദഗ്ധർ പങ്കുവെക്കുന്നത്. ഇനി നമ്മുടെ ഇന്ത്യയിലെ കൃഷിയാണെങ്കിലും ക്ഷീരോത്പാദനമാണെങ്കിലും അതല്ലെങ്കിൽ മറ്റ് സംരംഭങ്ങൾക്കാണെങ്കിലും ഇത്തരത്തിൽ താരിഫ് റിലേറ്റഡ് ആയിട്ടുള്ള കൺസേൺസുകളിൽ താരിഫിൻ്റെ ഒരു ഇമ്പാക്റ്റ് കുറയാനുള്ള സാധ്യതയാണ് ഉള്ളത് എന്ന് തന്നെയാണ് അനലിസ്റ്റുകൾ അല്ലെങ്കിൽ പൊതുവെ വിദഗ്ധരൊക്കെ തന്നെ അഭിപ്രായപ്പെടുന്നത്. ഏതായാലും അടുത്ത വീക്കിലേക്ക് സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ഫാക്ടേഴ്സ് ആയിരിക്കും, മാക്രോ ഇവൻറ്റുകളായിരിക്കും കൂടുതലും വിപണിയെ സ്വാധീനിക്കാനുള്ള സാധ്യതയുള്ളത്. പ്രധാനമായിട്ടും ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻസ് വലിയ തോതിൽ വിപണിയെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം താരിഫ് കൺസേൺസും നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും ഓപ്പണിംഗ് എന്നുള്ളത് തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്. നിലവിലെ ദുർബലത തുടർന്ന് ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് തന്നെ ആയിരിക്കുമോ ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് നമ്മളെല്ലാവരും ഉറ്റുനോക്കേണ്ടത്.